ഡ്രഡ്ജിംഗ് നടത്തി മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് പ്രദേശവാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കേൾക്കാം. മത്സ്യം പിടിക്കുന്ന സ്ഥലമൊക്കെ നികർന്ന് എക്കൽ വീണ് നികർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഒരു പണി പോലുമില്ല. വലകെട്ട് മുന്നിക്കാരിക്ക് ഒരു നിവൃത്തിയില്ല. ഇപ്പോൾ ആകെ കംപ്ലീറ്റ് തകർന്ന് നിയമസഭയിൽ റിപ്പോർട്ട് വന്ന് കൊടുത്ത് അത് ഫണ്ട് പാസ്സാക്കിയെന്ന് പറഞ്ഞ് ഇതേവരെയും ആരും ഒന്നും അനങ്ങിയിട്ടില്ല. ഒരു കൊച്ചുവഞ്ചി പോലും പറയാൻ മര്യാദക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് എത്രയും പെട്ടെന്ന് നമ്മുടെ അധികാരികൾ അത് കണ്ടില്ലെന്ന് കരുതരുത്. അപ്രദേശത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഉറച്ചു പോവും. കുറേ ആൾക്കാരിങ്ങനെ നടുക്ക് വെക്കലിൽ പെട്ടിരുന്ന് അത് ചിലപ്പോൾ ഒരു 12 മണി വരെ, രാവിലെ പെട്ട് കഴിഞ്ഞാൽ 12 മണി വരെ നമ്മൾ നിൽക്കണ അവസ്ഥയായി. എന്നിട്ട് ഇവിടുന്ന് ജനങ്ങളെ വിളിച്ച് റോപ്പിട്ട് അവർ വലിച്ചെടുക്കേണ്ട അവസ്ഥ വരും. വലയിട്ട് ഞങ്ങൾക്കിപ്പോൾ ഒന്നും കിട്ടാനില്ല. ഈ പായലും അടിയിൽ എക്കലും ഇതും കാരണം പുഴ നികർന്നുകൊണ്ടിരിക്കണേണ്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളി എല്ലാവരും ദുരിതാവസ്ഥയിലാണ്. 5 പാടുള്ള സ്ഥലത്ത് 2 പാട്ടിലാണ് കെട്ടണത്. ബാക്കിയെല്ലാം എക്കൽ വന്ന് അടഞ്ഞു പോയേക്കാണ്. കിഴക്കും ഭാഗത്തുള്ള വീടുകളിലൊക്കെയാണ് വെള്ളം കയറണം. ഇങ്ങോട്ടൊന്നുമില്ല. പക്ഷേ വലകെട്ടി വന്നാലല്ലേ പ്ലാസ്റ്റിക്കൊക്കെ ആൾക്കാർ കൊടുക്കണുണ്ടെന്ന് പറയണം. മുഴുവനും അത് പുഴയിലാണ്. പ്ലാസ്റ്റിക് വലകെട്ടി കഴിച്ചു വന്നാൽ അതാ ഉള്ളു കൂടുതൽ. എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്.